ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമുക്ക് എക്സ്റ്റൻഷൻ പോസിബിൾ ആണോ ഇല്ലേ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് എപ്ഷറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ എക്സ്റ്റൻഷൻ ചെയ്ത് നോക്കാം. ഇന്നലെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻഷുറൻസിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ അറേബ്യൻ ഷീൽഡിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് മാറ്റി മറ്റൊരു ഇൻഷുറൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അത് അൽ ജസീറ ടക്കാഫ് എന്നാണ് ഇൻഷുറൻസിൻ്റെ പേര്. ഇതിൻ്റെ ഒരാൾക്ക് ഏകദേശം 31 റിയാലോളം ചിലവാകുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഗൂഗിളിൽ അൽ ജസീറ ടക്കാഫ് എന്ന് അടിച്ചാൽ മതി. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ലിങ്കിലാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിൽ രണ്ടാമത്തെ ലിങ്കിൽ കാണാം ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് വിസിറ്റ് വിസ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അൽ ജസീറ ടക്കാഫിൾ ഇൻഷുറൻസിൻ്റെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണാം ഇൻഷുറൻസ് നൗ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോം ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരാം. ഇതിൽ ഫസ്റ്റ് കാണാം വിസിറ്റർ പാസ്പോർട്ട് നമ്പർത്തുള്ളത്. നിങ്ങൾ നേരത്തെ എപ്ഷർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതിയാവും. അല്ലാത്തവർക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിസിറ്റർ വിസ നമ്പർ എന്ന് കാണാം. ഇത് നമ്മുടെ വിസ നമ്പറാണ്. അതും നമുക്ക് എപ്ഷറിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. വിസിറ്റർ വിസ സ്പോൺസർ നമ്പർ എന്ന് കാണാം. ഇവിടെ നിങ്ങളുടെ ഇക്കാമ നമ്പർ, അതായത് നിങ്ങളുടെ സ്പോൺസറുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോർഡർ നമ്പറും നമ്മളിവിടെ തെറ്റാതെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ മൊബൈൽ നമ്പറും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ എപ്ഷർ ഉള്ളതായിരിക്കണം, അതായിരിക്കും നന്നാവുക. എപ്ഷർ ഉള്ള നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സ്റ്റൻഷൻ പീരീഡ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾ 90 ഡേയ്സോ അല്ലെങ്കിൽ 180 ഡേയ്സോ കൊടുക്കാം. 90 ഡേയ്സിൽ കുറവ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് 90 ഡേയ്സോ അല്ലെങ്കിൽ 180 ഡേയ്സോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ പറ്റുന്നു. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ രണ്ട് ചെക്ക് ബോക്സ് കാണാം. അത് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. ആ OTP നമ്മളിവിടെ തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിൽ എത്തിയിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് കാര്യമായിട്ടൊന്ന് ഫില്ല് ചെയ്യാനുള്ള നമ്മുടെ വിസ എക്സ്പയറി ഡേറ്റ് ആണ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ളത്. എപ്ഷറിൽ നോക്കിയിട്ട് നമ്മുടെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്ന് വെച്ചാൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ATM കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ATM ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു കോഡ് വരുന്നതാണ്. ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം അക്സെപ്റ്റ് പ്രൊസീഡ് എന്ന് കാണാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇൻഷുറൻസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് എപ്ഷറിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതിനുശേഷം നമ്മളിവിടെ എക്സ്റ്റെൻഡ് വിസിറ്റ് വിസ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർ വന്നിട്ടുണ്ടായിരുന്നത് 20/11/2024 ആയിരുന്നു. ഇവരുടെ ഫസ്റ്റ് എക്സ്റ്റൻഷൻ ആണ്. ഓൺലൈൻ വഴി എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അറേബ്യൻ ഷീൽഡ് ഇൻഷുറൻസിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ കിട്ടുന്നില്ല, അപ്രൂവ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് എടുക്കാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അൽ ജസീറ ടക്കാഫിൻ്റെ ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ അൽ റാജി ടക്കാഫിൾ ഉണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഷുറൻസ് എടുക്കാവുന്നേ ഉള്ളൂ.